അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ ഏറെ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മാസങ്ങളിൽ നിന്നും മറ്റു ദിവസങ്ങളിൽ നിന്നും അള്ളാഹുവും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏറെ പ്രാധാന്യവും മഹത്വവും നൽകിയ റമളാനിൻ്റെ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹും അവൻ്റെ റസൂലും പരിശുദ്ധ റമളാൻ്റെ ദിനരാത്രങ്ങളെ മൂന്നായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആദ്യ 10 അള്ളാഹും റസൂലും പരിചയപ്പെടുത്തുന്നത് റഹ്മത്തിൻ്റെ 10 അഥവാ കാരുണ്യം അള്ളാഹു അവൻ്റെ അടിമകളിലൂടെ വർഷിപ്പിക്കുന്ന 10 ദിവസങ്ങളായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. 12 മാസങ്ങളിൽ നിന്നും അതിലെ ദിവസങ്ങളിൽ നിന്നും ഈ 10 ദിവസങ്ങൾക്ക് ഏറെ മഹത്വം അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ തൻ്റെ ഉമ്മ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സ്വഹാബത്തെ, ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ തീയിലേക്കെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബത്ത് പറയുന്നുണ്ട്, ഇല്ല നബിയെ. അള്ളാഹു തൻ്റെ അടിമകളോട് ഇതിനേക്കാൾ കൂടുതലായിട്ട് കരുണ കാണിക്കുന്നവനാണെന്ന് അവിടുന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ കരുണ അവൻ തൻ്റെ അടിമകളിലൂടെ ഏത് രൂപത്തിലാണ് വർഷിപ്പിക്കുന്നത് എന്നാണ്. ഈ കരുണക്ക് പരിശുദ്ധ റമളാനിൻ്റെ ആദ്യ 10 കൂടുതൽ മഹത്വങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. ആ മഹത്വത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ ഇമാമിയങ്ങളും മുഫസ്സിരീങ്ങളും ഒക്കെ പരിചയപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഒരാളും തൻ്റെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അപ്പം നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങയും ഇതിൽ പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നബി തങ്ങൾ അവിടുന്ന് കൊടുക്കുന്ന മറുപടി, ഞാനും ഇതുപോലെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയാൽ മാത്രമാണ് ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി തങ്ങൾ സ്വഹാബത്തിനോട് മറുപടി പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ ഏത് രൂപത്തിലാണ് മനുഷ്യരിലേക്ക് സമർപ്പിക്കുന്നത് എന്നാണ്. ഒരു ഹദീസിൽ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു വിധത്തിലാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ 100 റഹ്മത്തിനെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിൽ 1 മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ 1-ലാണ് മനുഷ്യരും മൃഗങ്ങളും ജിന്നുകളുമെല്ലാം പരസ്പരം കാരുണ്യം ചെയ്യുന്നത്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പശു തൻ്റെ കുളമ്പ് തൻ്റെ കുഞ്ഞിൻ്റെ മേൽ തട്ടുന്നത് ഏത് രൂപത്തിലാണോ ശ്രദ്ധിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ ഏത് രൂപത്തിലാണോ പരിപാലിക്കുന്നത്, അതെല്ലാം അള്ളാഹു ഇറക്കിയ ഈ ഒരു 1% അല്ലെങ്കിൽ ഒരു റഹ്മത്തിൽ പെട്ടത് മാത്രമാണ്. ബാക്കി 99 അള്ളാഹുവിൻ്റെ അവസാന ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ അവസാന ദിവസത്തിൽ മനുഷ്യർക്ക് അള്ളാഹു നൽകുന്നത് ദുന്യാവിലേക്ക് ഇറക്കിയ 1% അടക്കം ഈ 100% കാരുണ്യവും അള്ളാഹു ദുന്യാവിൽ നിന്ന് പകരമായിട്ട് ആഖിറത്തിലാണ് സമർപ്പിക്കുന്നത്. നമ്മൾ ഇത്രയും പറയുന്നത്, ഇത്രയും കാരുണ്യത്തെ അള്ളാഹു പരിശുദ്ധ റമളാനിൽ ഇരട്ടിയാക്കിയിട്ടാണ് നൽകുന്നത്. ആ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലുള്ളത് ഈ ദിനരാത്രങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആനിലൂടെ, ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് തന്നെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ഈ ദിനരാത്രങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അള്ളാഹുവിൽ നിന്ന് ചോദിക്കുക തന്നെ ചെയ്യണം. അള്ളാഹു അത് തരുമെന്ന് പറഞ്ഞതാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്തതിന് അള്ളാഹു ഇരട്ടിയാക്കി നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ റമളാൻ നമ്മളിവിടെ കടന്ന് ഈ വർഷത്തെ റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം
പരിപൂർണമായിട്ടും കിട്ടിയ സത്യവിശ്വാസികളായിട്ടാണ് നമുക്ക് ഈ റമദാൻ മാറേണ്ടത്. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.